എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് കോട്ട പ്രവേശന നടപടികൾ നാളെ നടക്കും. ജൂൺ 30 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് വിവിധ കോളേജുകളിൽ വെച്ച് സ്പോർട്സ് കോട്ട അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഓപ്ഷനുകൾ വെച്ചിട്ടുള്ള സ്പോർട്സ് കോട്ട അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ ഹാജരാവേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കോളേജിൽ നിങ്ങൾ നേരിട്ടും അതുപോലെ മറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെയോ അതല്ല നിങ്ങളുടെ രക്ഷിതാവിനെയോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതല്ല നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയോ അയക്കാവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admissions.keralauniversity.ac.in/fyugp 2025/index.php എന്നുള്ള ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് അതിൽ ബാക്കി പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്താൽ മതിയാകും. അതായത് ബാക്കി സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ സെലക്ട് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അതായത് പാസ്വേഡ് ഫോർഗോട്ട് ചെയ്യാനും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഫോർഗോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ ആദ്യത്തേതും അതുപോലെ ഫോർഗോട്ട് പാസ്വേഡ് ആണെങ്കിൽ രണ്ടാമത്തേതും സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്കത് റീസെറ്റ് അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കും. പാസ്വേഡ് ആണെങ്കിൽ റീസെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അത് പുതിയ പാസ്വേഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം സ്പോർട്സ് കോട്ട എന്നുള്ള ടാബ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻ നോക്കാം. സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ഓൺ 27/2025 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു PDF ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനം 2025 സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോളേജിൽ ഹാജരാവേണ്ട തീയതി ജൂൺ 30 ഇനി വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കാം. കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട എന്ന ടാബ് ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂൺ 30 പകൽ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അതത് കോളേജിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ ഹാജരാവാൻ സാധിക്കുന്നതാണ്. പ്രൊഫൈലിൽ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള കോഴ്സുകളിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കോളേജുകളിലേക്കും എല്ലാ കോഴ്സുകളിലേക്കും ഒരേ ഷെഡ്യൂൾ തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. അതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താവുന്നതാണ്. രക്ഷിതാവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ കയ്യിൽ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒപ്പിട്ട സാക്ഷ്യപത്രം അതായത് ഓതറൈസേഷൻ ലെറ്റർ അതായത് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ ഇന്ന ആപ്ലിക്കേഷൻ നമ്പറായിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ ഈ ഒരു അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഇന്നയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സിഗ്നേച്ചറൊക്കെ ഇട്ടുകൊണ്ട് നൽകുന്നതാണ് സാക്ഷ്യപത്രം. അപ്പോൾ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ കയ്യിൽ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ ഒപ്പിട്ട ഓതറൈസേഷൻ ലെറ്ററും നൽകിയിട്ട് വേണം അവരെ അയക്കാനായിട്ട്. അതിനുശേഷം രാവിലെ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥിയോ പ്രതിനിധിയോ കോളേജിൽ ഹാജരാവേണ്ടതാണ്. വിദ്യാർത്ഥിക്ക് ലഭിച്ച റാങ്ക് അനുസരിച്ചാണ് കൗൺസിലിംഗ്. ആയതിനാൽ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ റാങ്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പ്രതിനിധിയോ ഹാജരാവാത്ത പക്ഷം റാങ്ക് ലിസ്റ്റിലെ അടുത്തയാളെ പരിഗണിക്കുന്നതാണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രസ്തുത സീറ്റിലേക്ക് പിന്നീട് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ പാരൻറ്റിന് ആരെയാണ് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും കൃത്യമായിട്ട് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ കൈവശം കൊടുത്തയക്കേണ്ടതാണ്. അഡ്മിഷന് ഹാജരാകുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. നിങ്ങൾ പ്രതിനിധിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയോ ആണ് നിങ്ങൾ കോളേജിൽ അയക്കുന്നത്, അത് പാരൻസ് പോയിട്ടുള്ള കോളേജുകളിലാണ് ഈ ഒരു അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ വിദ്യാർത്ഥി നേരിട്ടെത്തി അസൽ സർട്ടിഫിക്കറ്റ് അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. നിലവിൽ മറ്റേതെങ്കിലും കോളേജിൽ അഡ്മിഷൻ
ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത അഡ്മിറ്റ് മെമ്മോ ഹാജരാക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന പക്ഷം പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്നും ടിസിയും മറ്റ് സർട്ടിഫിക്കറ്റുകളും വാങ്ങി അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ സീറ്റ് ഒഴിവുള്ളതായിട്ട് പരിഗണിക്കുന്നതും അടുത്ത ഘട്ടത്തിലെ കൗൺസിലിംഗിൽ നികത്തുന്നതും ആയിരിക്കും. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രസ്തുത സീറ്റിലേക്ക് പിന്നീട് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നത് അല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് വെരിഫിക്കേഷൻ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതാത് കോളേജുകളിൽ പരിശോധിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങളുടെ അഡ്മിഷൻ നിരസിക്കുന്നതാണ്. അതായത് അഡ്മിഷൻ തരുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രൊഫൈലിൽ നൽകിയിട്ടില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ അഡ്മിഷൻ സമയത്ത് പരിഗണിക്കുന്നതല്ല. അഡ്മിഷൻ ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ആയതിനാൽ അതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് കോളേജിൽ നിന്നും ആക്റ്റീവ് ആക്കിയിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ വിശദവിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള https://admissions.kerala-university.ac.in/FIUGP 2025 വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ അത് ജൂൺ 30 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ, അത് രാവിലെ 9 മണി തൊട്ട് ഇതിൻ്റെ കൗൺസിലിംഗ് നടപടികൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒന്നിലധികം കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ നിങ്ങൾ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് നിങ്ങൾ പോവുക. അതുപോലെ മറ്റ് കോളേജിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ഇതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 4 കോളേജ് എക്സ്ട്രാ നിങ്ങൾക്ക് ആ 4 കോളേജുകളിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓരോരുത്തരുടെ കയ്യിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ നിങ്ങളുടെ സമ്മതപത്രം അതായത് ഓതറൈസേഷൻ ലെറ്റർ എന്നിവ കൊടുത്ത് അതുപോലെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് കൂടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം റാങ്ക് വിളിക്കുന്ന സമയത്ത് അവിടെ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ അവിടേക്ക് വിളിക്കുന്ന സമയത്ത് പോകണമെങ്കിൽ നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസിനെയാണോ, അത് അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ ബ്രദറാണോ സിസ്റ്ററാണോ ആരാണ് നിങ്ങൾ മറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് പകരമായിട്ട് അയക്കുന്നത്, അപ്പോൾ അവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം അങ്ങനെയെങ്കിൽ മാത്രമാണ് റാങ്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കാണ് വിളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു കോളേജിൽ നിങ്ങൾ പോവുക, ഒന്നിലധികം കോളേജുകളുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയോ അതായത് അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ സിസ്റ്റേഴ്സിനെയോ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ 4 കോളേജൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഓരോ ആളെയും അയക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം കോളേജിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കാണ് അവിടെ നിന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുള്ളത് നിങ്ങൾ പങ്കെടുക്കാതെ അതായത് നിങ്ങളുടെ പാരൻസിനെ അയച്ചിട്ടുള്ള കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്ന് പ്രിൻസിപ്പാൾ ഒരു നിശ്ചിത സമയം തരും അഡ്മിഷൻ നേടാനായിട്ട്. ചിലപ്പോൾ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരത്തിനുള്ളിലൊക്കെ വന്നിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, എൻ്റെ റാങ്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾ പോയിട്ട് നോക്കുക. കാരണം എല്ലാ വിദ്യാർത്ഥികളും ചിലപ്പോൾ അഡ്മിഷൻ നേടാനായിട്ട് കിട്ടൂല എന്ന് വിചാരിച്ച് വരാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ പോയിട്ട് പങ്കെടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.